പ്രഭാസ് നായകനായ കൽക്കി എന്ന സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായി കുതിച്ചുപായുകയാണ്. മഹാഭാരതവുമായി ബന്ധം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന മണൽക്കുന്നുകളുടെ ഒത്ത നടുവിലായി മണ്ണിൽ മൂടിയിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം മാത്രം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലത്ത് ഭക്തജനങ്ങളാൽ പ്രൗഢിയോട് നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം, മൺമറഞ്ഞു പോയ പുരാതന കാലത്തിന്റെ ശേഷിപ്പ്. ഒറ്റ നോട്ടത്തിൽ ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി എല്ലാ ഭാഗങ്ങളും മണ്ണിനടിയിലാണ്. എന്നാൽ ക്ഷേത്രത്തിന്റെ ഗോപുരം നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, അതും വളരെ അടുത്തുനിന്നും. വേറൊരു പുരാതന ക്ഷേത്രത്തിന്റെ ഗോപുരം നമുക്ക് ഇതേപോലെ അടുത്തുനിന്ന് കാണാൻ സാധിക്കില്ല. കാരണം അവയൊക്കെ ഭയങ്കര ഉയരത്തിലാണ്. ഈ ക്ഷേത്രം മണ്ണിനടിയിൽ മൂടപ്പെട്ടതുകൊണ്ട് നമുക്കിതിൻ്റെ ഗോപുരം വളരെ വ്യക്തമായി തന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കാണുന്ന ഭാഗം ആകെ തകർന്നിരിക്കുകയാണ്. കാലപ്പഴക്കം കൊണ്ടാവാം, അല്ലെങ്കിൽ മൃഗങ്ങളുടെയും മറ്റു ആക്രമണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഗോപുരം തകർന്നത്. ഈ ഗോപുരത്തിന്റെ 4 മൂലയിലായി നമുക്ക് നന്ദിയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ശിവക്ഷേത്രമാണെന്ന നിഗമനത്തിലാണ് പുരാവസ്തു ഗവേഷകരും നാട്ടുകാരും എത്തിയത്. നന്ദി ശിവന്റെ വാഹനമായും ദാസനുമായും നമുക്ക് പുരാണത്തിൽ കാണാൻ സാധിക്കും. പ്രദേശവാസികളുടെ വിശ്വാസപ്രകാരം ശിവൻ നാഗേശ്വരമൂർത്തിയായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു എന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. പക്ഷെ കുറച്ച് അപകടം പിടിച്ച പണിയാണ് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക എന്നത്. കാരണം ദ്രവിച്ചതും തകർന്നതുമായ മേൽക്കൂര എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. അതുകൂടാതെ സാൻഡ് സ്ലൈഡ് സംഭവിച്ചാൽ ചുറ്റുമുള്ള മണൽ കൊണ്ട് ക്ഷേത്രം മൂടപ്പെടാം. ക്ഷേത്രത്തിനകത്ത് എത്തിയാൽ നമുക്ക് ഒരു ശിവലിംഗം കാണാൻ സാധിക്കും. അത്ഭുതം എന്നാൽ ഇന്നും ഈ തകർന്ന ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ ജീവൻ പണയം വെച്ച് ആൾക്കാർ എത്താറുണ്ട് എന്നതാണ്. ഇതുതന്നെയാണ് ഭാരതത്തിന്റെ മറ്റൊരു അത്ഭുതമായൊരു മുഖവും. ജീവൻ തിരിച്ചാണെങ്കിലും തങ്ങളുടെ വിശ്വാസവും ആചാരങ്ങളും എന്നും മുറുകെ പിടിക്കുന്ന മറ്റൊരു മുഖം. പൂജ നടത്തിയതിന്റെ അവശിഷ്ടങ്ങളായ പുഷ്പങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ശിവലിംഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഒരു ഓറഞ്ച് കലർന്ന കല്ലുകൊണ്ടാണ് ഈ ശിവലിംഗം നിർമ്മിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേകതരം കല്ല്. അതുകൂടാതെ വേറെയും ശിവലിംഗത്തിന്റെ ഭാഗങ്ങൾ അവിടെ ഇവിടെയായി നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പൊന്ന എന്ന നദിയുടെ ഗതിമാറ്റം മൂലം ഈ ക്ഷേത്രം തകരുകയും 1850 വെള്ളപ്പൊക്കത്തിൽ രൂപപ്പെട്ട മണൽത്തിട്ടകൾ ഈ ക്ഷേത്രത്തെ മണലാൽ മൂടപ്പെട്ടതുമാകാം എന്നാണ് പുരാവസ്തു ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചത് 9ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന പല്ലവ രാജവംശമാണ്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രം. പിരമിഡ് ആകൃതിയിലാണ് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ നിർമ്മാണം. വിവിധ ദേവഗണങ്ങളും ദേവതകളും പുരാണങ്ങളിലെ പല കഥാസന്ദർഭങ്ങളും അതിസങ്കീർണമായ ശില്പങ്ങളാൽ ഈ ക്ഷേത്രത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മണ്ണിനടിയിൽ മൂടപ്പെട്ട ഈ ക്ഷേത്രം 2020 പ്രദേശവാസികൾ കണ്ടെത്തുന്നത്. അതൊരു മഹത്തായ കണ്ടെത്തലായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ കണ്ടെത്തലോടുകൂടി ആ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും ചരിത്ര ഗവേഷകർക്ക് മനസ്സിലാക്കുവാനും കണ്ടെത്തുവാനും സാധിച്ചു. അതുകൂടാതെ ഈ ക്ഷേത്രം നാട്ടുകാരുടെയും സർക്കാരിന്റെയും ശ്രമത്താൽ പുനർനിർമ്മാണ പദ്ധതികൾ തയ്യാറാക്കുന്നുമുണ്ട്. ഭാവിയിൽ ഈ ക്ഷേത്രം ഒരു പുരാതന തീർത്ഥാടന കേന്ദ്രമായി മാറാം, അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര സ്പോട്ടായി മാറാനും സാധ്യതയുണ്ട്. ഈ തകർന്ന ഈ ക്ഷേത്രത്തിലും ഇന്നും നിത്യപൂജകളും മറ്റും നടക്കാറുണ്ട്. എന്നിരുന്നാലും ഇതേപോലെ മൺമറഞ്ഞ നമ്മുടെ പുരാതന കാലത്തിന്റെ ശേഷിപ്പുകളായ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ ഇനിയും കണ്ടെത്തട്ടെ. അവ നാടിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി.